ഓഗസ്റ്റ് 23. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധ, കത്തോലിക്ക സഭയിലെ ഏറ്റവും സുന്ദരിയായ വിശുദ്ധ, ഈശോയ്ക്ക് വേണ്ടി തന്റെ സൗന്ദര്യത്തെ കരിമ്പിൻ ചണ്ടി പോലെ കരുതി 31-ാം വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായവൾ. ഈ വിശേഷണങ്ങളെല്ലാം കൊണ്ട് ജീവിതം സുന്ദരമാക്കിയ ഒരു കൊച്ചു വിശുദ്ധയുടെ തിരുനാൾ ഇന്ന് തിരുസഭ ആചരിക്കുന്നു. ലിമായിലെ വിശുദ്ധ റോസ്. തെക്കേ അമേരിക്കയിലെ മനോഹരമായ പെറുവിന്റെ തലസ്ഥാന നഗരിയായ ലിമായിൽ 1586 ഏപ്രിൽ 20-ന് സ്പാനിഷ് ദമ്പതികൾക്ക് ജനിച്ചു. ഇസബൽ എന്നായിരുന്നു അവളുടെ ജ്ഞാനസ്നാന നാമം. എങ്കിലും അവളുടെ അഭൗമ സൗന്ദര്യ നിമിത്തം എല്ലാവരും അവളെ റോസ് എന്നാണ് വിളിച്ചിരുന്നത്. മാതാപിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നന്നേ ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞിരുന്ന അവൾ പൂന്തോട്ടത്തിലും രാത്രിയിൽ തയ്യൽ ജോലികളിലും മുഴുകി അവരെ സഹായിച്ചു. റോസിനെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ മാതാപിതാക്കന്മാരുമായി 10 വർഷത്തെ നീണ്ട പോരാട്ടം ആരംഭിച്ചു. എങ്കിലും ക്രിസ്തുവിന്റെ ജീവിതം നയിക്കുവാനുള്ള അവളുടെ ആഗ്രഹം തീവ്രമായിരുന്നു. അതിനുവേണ്ടി ഈ ഭൂമിയിലെ സുന്ദരവും ഏറ്റവും സുരക്ഷിതവുമായ സ്ഥലം അവൾ തിരഞ്ഞെടുത്തു: ഏകാന്തത. തുടർച്ചയായ പ്രാർത്ഥനയും തപസ്സും നിത്യവ്രതമാക്കി. ദിവസവും 2 മണിക്കൂർ മാത്രം ഉറങ്ങി. തകർന്ന ഗ്ലാസ്, കല്ല്, മൺപാത്ര കഷ്ണങ്ങൾ, മുള്ളുകൾ എന്നിവ തന്റെ കിടക്കയിൽ അവൾ അലങ്കരിച്ചിരുന്നു. തന്റെ തലയിൽ മുള്ളുകളുടെ കിരീടം ധരിക്കുകയും അവ മറയ്ക്കാൻ റോസാപ്പൂക്കൾ ചൂടുകയും ചെയ്തു. തന്റെ നീണ്ട മുടി അവൾ മുറിച്ചു കളഞ്ഞു. 1606-ൽ അവളുടെ അമ്മ അനുതപിക്കുകയും റോസായെ 3-ാം ക്രമത്തിലെ ഡൊമിനിക്കൻ സഭയിൽ അംഗമാകാൻ അനുവദിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവളുടെ മാതാപിതാക്കന്മാർ ഒരു കോൺവെന്റിൽ താമസിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ കുടുംബത്തിലെ ഉദ്യാനം അവൾ കുടിലാക്കി മാറ്റി. തന്റെ തപശ്ചര്യ തുടർന്നു. രോഗികളെയും വിശക്കുന്നവരെയും തന്റെ കുടിലിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. കർത്താവെ, എന്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അവയോടൊപ്പം എന്റെ സഹനശക്തിയും എന്നതായിരുന്നു അവളുടെ പ്രാർത്ഥന. സിയന്നായിലെ വിശുദ്ധ ക്യാതറിനായിരുന്നു അവളുടെ മാതൃക. 1668-ൽ ക്ലമന്റ് 9-ാമൻ മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും 1671 ഏപ്രിൽ 12-ന് വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അവളുടെ മരണശേഷം ലിമ മുഴുവൻ ആകാശത്ത് നിന്ന് വീണ റോസാപ്പൂക്കളുടെ ഗന്ധം അനുഭവപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഈശോ എന്ന റോസാപുഷ്പത്തെ മാത്രമല്ല, ആ മുള്ളുകളെയും അവൾ ആലിംഗനം ചെയ്തു. അങ്ങനെ സഹനത്തിന്റെ മുള്ളുകളാൽ ചോര വാർന്ന ഈശോയ്ക്ക് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി മരിച്ചു. ഇന്നും ആ സ്വർഗീയ സുഗന്ധം വീശിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ റോസായെ, ഞങ്ങളുടെ യുവതീ യുവാക്കളെയും കുഞ്ഞുമക്കളെയും വിശുദ്ധിയിൽ വളരാൻ സഹായിക്കണമേ. അവർക്ക് നീ മാധ്യസ്ഥയായിരിക്കണമേ.